ഞങ്ങളുടെ പണ്ട് തൊട്ടുള്ള ശീല ഹോസ്റ്റലിലെ ഫുഡിൽ തൊട്ടുള്ള അയിലകളുടെ തല അവർക്കുള്ളത് ആയിരിക്കുള്ള അത് അവൾസാണ്. അയിലത്തല ആര്യ. ചാലക്കുടി KSRTC ഇല്ലിക്കൽ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങളിനി പോകുന്നത്. അരീക്കൽ വെള്ളച്ചാട്ടം മൂവാറ്റുപുഴ പിറവം റോട്ടിലാണ് ഈ അരീക്കൽ വെള്ളച്ചാട്ടം ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോയ സ്ഥലം ഏതാ അറിയില്ല, ഓർമ്മയില്ലാത്ത സ്ഥലത്തേക്ക് പോയി. അരീക്കൽ വെള്ളച്ചാട്ടം വർഷക്കാലത്ത് മാത്രം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ അരീക്കൽ വെള്ളച്ചാട്ടം. അതുകൊണ്ട് ഈ സീസണിൽ ഇവിടെ തിരക്ക് ഏറെയാണ്. പക്ഷേ മറ്റ് സീസണുകളിൽ തിരക്കുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കുളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. നമുക്ക് നനഞ്ഞവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നേരിൽ പോയി കാണാം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രൊജക്റ്റ് അരിക്കൽ. ഇവിടെ താഴത്തേക്ക് സ്റ്റെപ്സ് ഒരുപാട് ഇറങ്ങാനുണ്ട്. ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റുള്ളൂ. മേലെന്ന് കാണാനുള്ള അവസരമൊന്നുമില്ല. ഇവിടുന്ന് തന്നെ അവിടെ കുളിക്കുന്നവരുടെ ആരവം കേൾക്കാം. വളരെ സുരക്ഷിതമായിട്ട് കുളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ അരീക്കൽ വെള്ളച്ചാട്ടം. എന്തു രസമാണല്ലേ കാണാനായിട്ട്. ഈ പാറമടക്കിന് മേലെ കൂടെ ഇങ്ങനെ ചാടി ഇങ്ങനെ വെള്ളം വരുന്നത് കാണാനായിട്ടേ ആരോ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പോലെ ഒരു മാൻമെയ്ഡ് വാട്ടർഫോൾസ് പോലെ തോന്നുക അല്ലേ. ആരായാലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിപ്പോകട്ടെ. ഇവിടെ അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ. അരീക്കൽ വെള്ളച്ചാട്ടം കണ്ടില്ലേ, ഇതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കാണാനുള്ള സൗകര്യമുള്ളൂ. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇങ്ങോട്ട് വരണം. എന്നാലാണ് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ കഴിയുള്ളൂ. ഇവിടെ താഴെ ഭാഗത്ത് നമുക്കവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ കംഫർട്ട് സ്റ്റേഷനുണ്ട്, ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഞാൻ എന്തായാലും വെള്ളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ ക്യാമറ മകൾ അന്നയെ ഏൽപ്പിച്ചിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ ഈ ഇടതുഭാഗത്ത് കാണുന്ന പച്ച പെയിൻ്റ് അടിച്ച പാലവും അതുപോലെ തന്നെ ആ റൂമുമാണ് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഒഴുകി ചാടി വരുന്ന വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്സും നമുക്ക് കാണാം. അപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. താഴത്തെ തട്ടിലേക്കാണ് ആദ്യം ഇറങ്ങുന്നത്. 2 തട്ടായിട്ടാണ്, മേൽത്തട്ടുമുണ്ട് താഴ്ത്തട്ടുമുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ഇറങ്ങി നടക്കുമ്പോഴേ നല്ല തണുപ്പുണ്ട്. കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഇറങ്ങാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ജോസേട്ടൻ കുളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ജോസേട്ടനെ കുളിച്ച് പിടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിടിച്ചു ജോസേട്ടൻ.
അപകടം ഇല്ലയെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അപകടം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ കല്ലുകളൊക്കെ ഭയങ്കര വഴുക്കലാണ്, ഏത് സമയം നമ്മൾ നിലത്ത് വീഴും. അതേപോലെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനായിട്ട്, വളരെ ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ തലതല്ലി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, ഒന്നിന് കൂടുതൽ കുറിച്ച് നല്ലൊരു കുറിച്ച് ഉള്ളിലാണ് അടിപൊളി മസാജ്. മസാജാണ് പറയുന്നത്, മസാജ്. മസാജാണ്. ബോഡി മസാജ് ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ബോഡി മസാജ് ക്യാമറയിൽ വെള്ളം തെറിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ബ്ലർ വീഴുന്നത്. ഈ ടീം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ്. അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ. വന്നവരിൽ എല്ലാവരും തന്നെ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. അവർക്ക് കഴിയാവുന്നത് പോലെ ഒക്കെ വെള്ളത്തിലിറങ്ങി കുളിച്ചിട്ടാണ് ഇവിടുന്ന് കയറിയിട്ടുള്ളത്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ട്രിപ്പായിരുന്നു. വെള്ളത്തിലിറങ്ങിയാൽ നമുക്ക് അങ്ങനെയാണല്ലോ, വെള്ളം കാണുമ്പോൾ മനുഷ്യർക്കൊരു പ്രത്യേക സന്തോഷമാണെന്ന് പറയുന്നത്. അതിന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാരണം, അമ്മയുടെ ഉദരത്തിൽ 10 മാസം കിടക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സുഖവും സന്തോഷമൊക്കെ വീണ്ടും ആസ്വദിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഹലോ, പേരെന്താ? പേരെന്താ? മെൽവിൻ. എവിടുന്നാ? തേവര, എറണാകുളം. എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറാണോ? അടിപൊളി അടിപൊളി. നിന്റെ പേരെന്താ? അലിയു? അനൈവിൻ. ഓക്കെ. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽത്തട്ട് ഭാഗത്തിരിക്കുകയാണ് വന്നിരിക്കുന്നത്. നീ ഇവിടെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് സന്തോഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ അവരെ പരിചയപ്പെട്ട് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടീ ഷോപ്പാണ്. ജൂൺ മുതൽ ഡിസംബർ വരെയാണ് മാക്സിമം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല, ഇവരെ ഷോപ്പും ഉണ്ടാവില്ല. ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കുള്ള സമയമാണ്. പഴംപൊരി, പിന്നെ നമ്മുടെ മുട്ട ബജി, മറ്റേ മുളക് ബജിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കടയാണ് അവിടെ. അതുപോലെ തന്നെ കുളിക്കാനുള്ള തോർത്ത്, ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കരുതിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാം. ഓക്കെ. എൻ്റെ അമ്മോ, ഇതുപോലെ ആസ്വദിച്ച ഒരു KSRTC ട്രിപ്പില്ല എന്ന് തന്നെ പറയാം. കാരണം വെള്ളച്ചാട്ടത്തിൽ അടിച്ച് പൊളിച്ച് കുളിച്ച് തിമിർത്തിട്ടാണ് വരുന്നത് എല്ലാവരും തന്നെ. നല്ല സന്തോഷമായി എല്ലാവർക്കും. ഇനി പോകുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനാണ്. ഉച്ചയൂണ് KSRTCയുടെ വകയാണ്, നമ്മുടെ പാക്കേജിനകത്തുള്ളതാണ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്
ഇല്ലിക്കൽ കല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഈ കാലാവസ്ഥയാണെങ്കിൽ കുഴപ്പമില്ല. ഇതുവരെ നല്ല രസമുള്ള കാലാവസ്ഥയാണ്. മഴക്കാലമാണെങ്കിലും ഇതുവരെ വലിയ മഴയൊന്നും കിട്ടിയിട്ടില്ല. ഇല്ലിക്കക്കല്ല് കഴിഞ്ഞാൽ പിന്നെ ഇലവിഴ പൂഞ്ചിറയാണ് പിന്നത്തെ സ്ഥലം. അവിടെ അടിവാരത്ത് ചെന്ന് കഴിഞ്ഞാൽ ജീപ്പിൽ ട്രക്കിംഗ് ഉണ്ട്. അതിൻ്റെ എമൗണ്ടും KSRTC തന്നെയാണ് വഹിക്കുന്നത്. ഈ 1000 രൂപയിൽ ഉൾപ്പെടുന്നതാണ് അതും. നോക്കൂ, അങ്ങകലെ അറ്റത്ത് കാണുന്നതാണ് രാമപുരം പള്ളി. ആ പള്ളിയുടെ കുരിശുകളാണ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും, ഈ പള്ളിയുടെ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ടാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. ശരി, എവിടെയായിരുന്നു ട്രിപ്പ് തന്നെ? അടിപൊളി ട്രിപ്പാണ്. എവിടേക്ക് പോയത്? നമ്മള് അരീക്കൽ വാട്ടർഫോൾസ്, പിന്നെ കൊച്ചിരിക്കൽ ചിറ. ചിറയല്ല, കേവ്സ്. പേര് ചിറ എന്നുണ്ട്, പിന്നെ കേവ്സ്. കേവ്സിലേക്കല്ലേ പോയത്? കേവ്സ് ഉണ്ട്, ചിറയുണ്ട്. ഇപ്പൊ എവിടെയുള്ളത്? ഇപ്പൊ നമ്മള് ഇല്ലിക്കൽ കല്ലിൽ പോകാൻ വഴിയാണ്. ഹോട്ടലിൽ അവിടെ നിർത്തിക്കാണ് ഫുഡ് കഴിക്കാൻ. ശരി ശരി. ഹോട്ടൽ മേലുക്കാവ് മറ്റം ഐശ്വര്യ റോയ്. അമ്മോ, കൊണ്ടുപോയേനെ എന്നെ കൊണ്ടുപോയേനെ. എന്തൊക്കെയാണ് സാധനം നോക്കാം. ദോശ, ഇഡ്ഡലി, പൊറോട്ട, പുട്ട്, പിന്നെ ചിക്കൻ ബിരിയാണി, ഫിഷ് ഫ്രൈ, കറി, ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട്. ഏതാണ് KSRTC തരിക എന്ന് മാത്രം നമുക്കറിയില്ല. അതായത് നമുക്കൊന്ന് കയറി നോക്കാം. നമുക്ക് എന്ത് ഫുഡാ ഏൽപ്പിച്ചോണത്? സാധാരണ മീൽസ് അല്ലേ? മീൻ വറുത്തതൊക്കെ ആയിട്ടുള്ള മീൽസ് ആയിരിക്കും. ശരി ശരി. നല്ല മഴ, മേലുകാവ് മറ്റം, മഴയോട് മഴ. ഹോട്ടലിൽ നല്ല മഴ. സാധാ ഊണാണ് KSRTC നമുക്ക് തരുന്നത്. ഊണ് മീൻ വറുത്തതുണ്ട്, പിന്നെ എന്താണ് തന്നെയുള്ളത്? എന്തിട്ടാ? ഓലൻ, പയറ് തോരൻ, അച്ചാറ്, പിന്നെ ചമ്മന്തി പോലെ. എന്താ ചമ്മന്തിയാണോ അത്? തോരൻ, പപ്പടം, പിന്നെ മോരുകളുണ്ട്, മോര് കറിയുണ്ട്, സാമ്പാറുണ്ടാവില്ലേ? സാമ്പാറുണ്ട്. ഇതൊക്കെയാണ് ഐറ്റംസ്. സലാഡ് ഉണ്ട്. ഓക്കെ, ഇത് കുട്ടീനെ കഴിക്കാൻ പോകുന്നത്. അന്ന അവിടെ പകുതിയാക്കി ഭക്ഷണം. ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ എന്താ പറയാനുള്ളത്? പറയൂ. മഴയാണ്, ഞങ്ങൾ പെട്ടുപോയി. ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുന്നില്ല. ഇപ്പൊ പറ്റുന്നില്ല, ഞങ്ങളോട് വെയിറ്റിംഗ് ആണ്. മഴ കാരണമാണോ? വെയിറ്റിംഗ് ആണ്. അതെ. ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പം പ്രതീക്ഷിച്ചിരുന്നോ അതിന്? ഭക്ഷണത്തിൽ നിന്ന് ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ല ഫുഡല്ലായിരുന്നു. മീൻ വറുത്തത് കഴിച്ചില്ലേ? എല്ലാവരും കഴിച്ചില്ലേ മീൻ വറുത്തത്? നല്ല ഭക്ഷണമല്ലേ? അയിലത്തല കഴിക്കാത്തവരാരുമില്ല. അതെന്താ? ഈ പണ്ട് പറയുന്ന അറിയോ, അയിലത്തല അളിയന് പോലും കൊടുക്കില്ലെന്ന് പറയാം. ഞങ്ങളുടെ പണ്ട് തൊട്ടുള്ള ശീല, ഹോസ്റ്റലിലെ തൊട്ടുള്ള അയിലത്തല അവർക്കുള്ളത്. അതെ, അയിലത്തല ആര്യ. മഴയെല്ലാം പോയി നമ്മുടെ പ്രയാണം നമ്മൾ ആരംഭിക്കുകയാണ്. ഇല്ലിക്കക്കല്ലിലേക്കും ഇലവിഴ പൂഞ്ചിറയിലേക്കും. അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, 3-ാം ഭാഗത്ത് കാണാം. എല്ലാവരും കാണണം. വളരെ മനോഹരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അതുവരെ ഗുഡ് ബൈ. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.